അവിടെ മര്യാദയ്ക്ക് ഫോണിനകത്ത് കുത്തിക്കൊണ്ടിരുന്ന എന്നോട് എൻ്റെ പെണ്ണുമ്പിള്ള പറയുക, പോയാൽ അവിടെ പുറവശം പോയി വൃത്തിയാക്കാൻ. അവിടെ എനിക്ക് തന്ന 16ൻ്റെ പണി നിങ്ങൾ കണ്ടു. ഇതെങ്ങനെ ഞാൻ വൃത്തിയാക്കി എടുക്കാനാണ്? അത് ഇന്ന് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും ഒരാഴ്ച കഴിയും പിന്നെ അത് അതുപോലെയാകും. പിന്നെ ഏതായാലും തലയെക്കെട്ട് കെട്ടി ഞാൻ ഇറങ്ങി. ഒരു ആചാരമല്ലേ തലയെക്കെട്ടെന്ന് പറയുന്നത്, പണിയെടുക്കുന്നവരുടെ ലക്ഷണമല്ലേ. ഓക്കെ. അപ്പോൾ എൻ്റെ കൂടെ ഏതാണ്ട് എൻ്റെ 2 മക്കളും ഉണ്ട്. അവന്മാരുടെ കൂടി ഞങ്ങൾ ഈ വിറകും ഇവിടെ കൊണ്ട് ഫുൾ എടുക്കണം. അപ്പോൾ ഇന്നത്തെ കാര്യം എൻ്റെ കാര്യം തീരുമാനമായി. അപ്പോൾ ഈ വിറകെല്ലാം പിറക്കി വണ്ടിയുടെ അടുത്തുനിന്ന് മാറ്റി വേണം, അല്ലെ അവന്മാർ വണ്ടിയും കൊണ്ട് റെഡിയാക്കി തരും. എന്നിട്ട് ഇപ്പോൾ ഓരോന്ന് പിറക്കി കൊണ്ട് വരുന്നുണ്ട്. കുറച്ച് കൂടുതലെടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു കൂടുതൽ വേണ്ട, 2 വെച്ച് പിറക്കൊണ്ട് വരാൻ പറഞ്ഞു. അത് എന്ത് അനുസരണമായിട്ടാന്ന് നോക്കി 2 വെച്ച് കറക്റ്റ് എടുത്തുകൊണ്ടിരുന്നുണ്ട്, പാട്ടും പാടി ഡാൻസും കളിച്ച്. പിന്നെ മൊത്തം പിറക്കിയിട്ട് കൊണ്ട് തന്നു കേട്ടോ. ഒരു ആപ്പയ്ക്കകത്ത് ഫുള്ള് പിറക്കിയിട്ട് തന്നു. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അല്ല രാജവെമ്പാലയോ അല്ല സിങ്കോ എല്ലാം കാണുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഉണ്ടെങ്കിൽ നാളെ തൊട്ട് വീഡിയോ കാണത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം അവിടെ രാജവെമ്പാലയൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഒന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നെ വല്ല ഭവനഭേദത്തിന് ആരെങ്കിലും കേസ് കൊടുത്ത് അല്ലെങ്കിൽ ജയിലിലാകും. അല്ലെങ്കിൽ മനസ്സിലായില്ല, നമ്മുടെ എലിയോ അല്ല പൂച്ചയൊക്കെ. അപ്പോൾ ഈ കസേരയൊക്കെ കണ്ടില്ല, കയർത്താമസിനെ മേടിച്ച് 2 പ്രാവശ്യം ഇരുന്ന് 3ാമത്തെ പ്രാവശ്യം അതിൻ്റെ അകത്തായി. അതുപോലെ നല്ല കസേരയായിരുന്നു. ബക്കറ്റൊക്കെ തല്ലി പൊട്ടിച്ച് പിള്ളേർ കൊണ്ടിട്ടേക്കുന്നതാണ്. കൊട്ടയും വട്ടയും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് ക്ലീൻ ചാക്കിയിട്ടുണ്ട്. ഇനി വിറക് ഇറക്കി വെപ്പാണ്. പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഞാൻ ബാലവേലയ്ക്ക് വല്ലതും കേസ് വരുമോ ആവോ. പിള്ളേരെ പ്ലാവലി എടുപ്പിക്കുന്ന സമയത്ത് പ്ലാവലി എടുപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഇപ്പോൾ കാണുന്ന രീതിയിലായി മാറും. ഓക്കെ. അത്രയും പണിയെടുത്ത് നമ്മൾ ഏകദേശം അതൊക്കെ ഒതുക്കി എല്ലാം അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. വയ്യ പിള്ളേർക്കൊന്നും വയ്യ. അപ്പോൾ ഞാൻ വെച്ച് വെള്ളം എടുത്തുണ്ടാകുമ്പോൾ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് നാരങ്ങ വെള്ളം കലക്കൊണ്ട് തന്നതാണ്. അതിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തൂത്തുവാരുവാണ്. പെണ്ണുമ്പിള്ള ചൂലും എടുത്താണ് തൂത്തുവാരാൻ പറഞ്ഞു. പെണ്ണുമ്പിള്ള ക്യാമറയുടെ മുന്നിൽ വരാൻ വേണ്ടി ബുദ്ധിമുട്ട്, നാണം, ചമ്മൽ. അവിടെ നോക്കി തന്നെ കളിയാക്കി ചിരിക്കുവാണ്. അങ്ങനെ അതും തൂത്തുവാരി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അടുപ്പ് ഇരിക്കുന്ന ഭാഗമുണ്ട്. അവിടെ ഒരു അടുപ്പുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെ കയറി താമസിച്ചിട്ട് മേടിച്ചാണ്. പിന്നെ അടുത്ത് ഇതിനകത്തിട്ട് ഇടയ്ക്ക് പട്ടിക്ക് വേണ്ടി കഞ്ഞി വെക്കുമ്പോഴും പട്ടിക്ക് എന്തായാലും വേസ്റ്റൊക്കെ വേവിച്ച് കൊടുക്കുക ഞാൻ അതിനകത്തിട്ടാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് അവിടെയും കൂടെ സെറ്റ് ചെയ്ത് അവിടെ മാറ്റി എന്ന് വെക്കണം. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ പണി ഇന്നത്തെ തീർന്നിട്ടുണ്ട്. എല്ലാം തൂത്ത് ഞാൻ വെളിയെടുത്തുള്ളൂ, ബാക്കി പെണ്ണുമ്പിള്ള വാരി കളഞ്ഞോളും. അവൾക്കൂടെ കുറച്ച് പണി വേണ്ടേ. മൊത്തം പണി ഞാൻ ചെയ്താൽ എങ്ങനെയാണ് ചെയ്യാവുന്നത്? ഞാൻ 16 മണി ചെയ്യുമ്പോൾ 4 മണിയെങ്കിലും അവളെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ അടുപ്പിന് ഇരിക്കാനുള്ള കസേര നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് ഇച്ചിരി പൊക്കത്ത് ഇരിക്കട്ടെ. അടുപ്പിന് വേണ്ട ഇച്ചിരി ഗമയൊക്കെ. കട്ടയൊന്നും ഇച്ചിരി ശരിയാവുന്നില്ല. മേച്ചിയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് കട്ടയൊന്നും കെട്ടാനൊന്നും അറിയത്തൊന്നുമില്ലെന്ന്. എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുനിച്ചെടുത്ത് കോമ്പിനിടിച്ചേനെ. അങ്ങനെ അടുപ്പൂടെ സെറ്റപ്പാക്കി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പട്ടിക്ക് നല്ല രീതി എനിക്ക് തന്നെ വെക്കാൻ പറ്റും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എടുത്ത് ടയേർഡായി. എനിക്ക് വയ്യ. പണിയെടുക്കാത്ത എന്നെക്കൊണ്ടുള്ള പണി അടുപ്പിച്ച് വേർപ്പിന് അസുഖമുള്ള എനിക്ക്. ഞാനായി ഇവിടെ ഇത്രയും പണിയെടുത്തത്. നീറ്റാക്കി എല്ലാം അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.